ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിതാ ഒരു ഫുൾ ഡേ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ക്ലീനിങ്ങും നമ്മുടെ പെൽച്ചക്കത്തെ വിശേഷങ്ങളും നോമ്പുതുറ വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണേ. അപ്പൊ നമുക്ക് കണ്ടോക്കിയല്ലോ. അപ്പൊ പെൽച്ചക്ക് ഞാനിപ്പോൾ അതേപോലെ തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിക്കണേ. ഇന്നിപ്പോൾ ഞാൻ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പകരം ഓട്സ് ആണ് കഴിക്കണത് കേട്ടോ. ഇന്നലെ ഇവിടെ സമൂഹ നോമ്പ് തുറവേനി. ഇന്നലെ എനിക്ക് ഫുള്ള് ഫ്രീ ആയിന്. പക്ഷേ എന്നിട്ട് എനിക്ക് വൈകുന്നേരത്തെ ചോറ് വെക്കാനും കൂടെ ഒരു ഓഞ്ഞ മടി. അപ്പം ഞാൻ വിചാരിച്ച് ചില ദിവസങ്ങളിൽ ഞാൻ ഓട്സ് കഴിച്ചില്ല കേട്ടോ. ഓവർനൈറ്റ് ഓട്സ് ഒന്നും കഴിക്കൂല, എനിക്കെന്തോ അതിനോട് വലിയൊരു താല്പര്യമല്ല. ആ ഒരു തണുപ്പൊക്കെ ആയതുകൊണ്ട്. അപ്പം ഞാൻ സാധാ ഓട്സ് ഉണ്ടല്ലോ, ഓട്സ് കുറുക്കിയെടുത്തിട്ട് വേവിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പം നമുക്ക് ഓട്സിനുള്ളതും അടുപ്പൊക്കെ വെച്ച് കൊടുക്കേ. ഞാൻ ചില ദിവസങ്ങൾ, മിക്കവാറും ദിവസം ഞാൻ ചോറാണ് കഴിക്കുക. ചില ദിവസങ്ങളിൽ ചോറുണ്ടാക്കാൻ മടിയോ നേരമില്ലായ്കയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഓട്സ് ഉണ്ടാക്കി കഴിക്കാണ്ട് ചെയ്യുക. അപ്പം അതിന് കുറച്ച് ചിയാസ് ഇടണ്ടേന്. അപ്പം അതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കണേ കേട്ടോ. പിന്നെ 2 പഴം വാട്ടിയെടുക്കുക. അപ്പോൾ ഇത് കുട്ടി നീച്ചെടുക്കണേ. അപ്പോൾ ഓക്ക് പഴം വാട്ടിയത് വേണമെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പഴം വാട്ടിയെടുത്തിക്കണേ കേട്ടോ. അപ്പം ഞാനും നീയക്കുട്ടിയും കുഞ്ഞുട്ടിയാണ് ഇന്ന് അത്താഴത്തിനില്ല കേട്ടോ. നീയക്കുട്ടി ഒന്നും നോൽമ്പൊന്നും നോൽക്കണില്ല, പക്ഷെ ആ നേരത്തിന് എന്തിനോ വെറുതെ നീച്ചതാണ്. അപ്പോൾ ഓക്ക് വിശക്കുണ്ട് ഇറങ്ങാണ്ട് ഓള് ഇത് കഴിച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നീച്ചതാണ് കേട്ടോ. ഇന്നിപ്പോൾ നിയമോളെയും അജൂനെയൊന്നും നോൽമ്പൊലിപ്പിച്ചിട്ടില്ല, കാരണം ഇന്നലെ നല്ലപോലെ കുഴങ്ങിയിട്ടുണ്ട് ഇനിയോല്. അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ ഓൾക്ക് റെസ്റ്റ് എടുത്തിക്കാണേ. കുട്ടി ആദ്യമായിട്ടാണ് കേട്ടോ നോൽമ്പ് നോൽക്കുന്നത് ഇപ്രാവശ്യം. അവൾ 5 നോമ്പ് നോറ്റു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇക്കൊല്ലം ഇനിയിപ്പോൾ 5 നോമ്പ് മതി എന്ന് പറഞ്ഞിരിക്കണേ. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേനും നല്ല പോലെ കുഴങ്ങണം കേട്ടോ. ഈ ചൂടും ഇതൊക്കെ ആയിട്ട് വലിയ തന്നെ കുഴങ്ങാണ്. പിന്നെ കുട്ടികളെ അവസ്ഥ പറയണോ. അങ്ങനെ പിന്നെ ഞാൻ സുബൈക്ക് കുറച്ച് സമയമൊക്കെ കടന്ന് പിന്നെ രാവിലെ എണീച്ചിട്ടുള്ള ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെയാണ് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളെ ഈദൊക്കെ പ്രമാണിച്ച് നമുക്ക് ഈദിൻ്റെ മുന്നോടിയായിട്ടൊരു ക്ലീനിങ് നടത്തുകയാണേ. ഇങ്ങനെ ഒരു ക്ലീനിങ് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം കുറച്ച് മാറാലകളൊക്കെ തട്ടുക, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ചെയ്താൽ മതി. അങ്ങനെ ഞാൻ മാറാല തട്ടാൻ നിന്നപ്പോഴാണ് ഏറ്റവും കറക്റ്റായിട്ട് എൻ്റെ കണ്ണുമുന്നിൽ വന്ന് പെട്ടത്. അപ്പൊ പിന്നെ ബാക്കി മൂപ്പർക്കും തട്ടാൻ കൊടുത്തു ഞാനേ. അങ്ങനെ കുറച്ചൊക്കെ മൂപ്പര് തട്ടി തന്നിട്ടുണ്ടേനി. എന്താളും മാറാലട്ട വീഡിയോ ഉണ്ടിട്ടേ മുമ്പണ്ട് പറയണേ ജിന്റെ മരോനെ കൊണ്ട് പണിയൊക്കെ എടുപ്പിച്ചിട്ടുണ്ടല്ലേടി. അങ്ങനെ പേരിന് ഹാള് മാത്രമാണ് കേട്ടോ ആള് തട്ടി തന്നത്. ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് മാറാല തട്ടിയിട്ടുണ്ടേനിയത്. അങ്ങനെ ആള് കുറച്ചു നേരം ഒന്ന് തട്ടി തന്ന് ആള് ഓണ വാട്ടിൽ പോയിട്ടുണ്ടേനി കേട്ടോ. ഇന്നിപ്പോൾ എൻ്റെ പണി കഴിയണ വരെ ഈ വൈക്ക് വരൂല, കാരണം ചിലപ്പോൾ എന്തെങ്കിലും വേറെ വല്ല പണിയും കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട്. മക്കളൊക്കെ ഇവിടെ നല്ല കഴിച്ചിന് തിരക്കിലാണ് കേട്ടോ. അപ്പം നോമ്പിന് നമ്മളെല്ലാ ഭാഗം ഡീപ്പ് ക്ലീൻ ചെയ്തതാണല്ലോ. പക്ഷെ എന്നിട്ടിപ്പോൾ 1 മാസം ആവണീന് മുന്നേ ഇങ്ങനെ ഒരു ക്ലീനിങ് ചെയ്യേണ്ട ആവശ്യകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ അയൽവക്കത്ത് വയറിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഏകദേശം പണികളൊക്കെ തീർന്നു. ആ കുത്തിപ്പൊളിച്ചതൊക്കെ പൊടിയൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് പാറിയിട്ട് വന്നിട്ട് ആകെ അവിടെയൊക്കെ പൊടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊന്ന് തോത്തി തുറച്ചെടുക്കണത്. ഞാൻ ജനലും വാതിലൊക്കെ എപ്പോഴും അടച്ചിടലാണ്, അകത്തേക്ക് പൊടി വല്ലാണ്ട് ഇങ്ങോട്ട് കയറണ്ടെന്ന് വിചാരിച്ചിട്ട്. നനച്ചുള്ളി പണി എടുത്തപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു, ഇങ്ങനെ കൊത്തും കടയൊന്നും ഇല്ല സാധനങ്ങൾ എടുക്കരുത്, പ്ലെയിൻ ആയിട്ടുള്ള എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വലിയ ഗ്ലാസ് ഒക്കെ എടുത്തന്ന് ഞാൻ പോയി കണ്ടെടുത്തത് ഈ കൊത്തും കടയൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇത് കാണാൻ നല്ല മൊഞ്ചാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ തോത്തി തുറക്കൽ കുറച്ച് റിസ്ക് ആണ്. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. ചിലരൊക്കെ പറഞ്ഞു നല്ല രസമുണ്ട്, ആ ഒരു സിറ്റ് ഔട്ടിന് നല്ല മാച്ചുണ്ട് എന്നൊക്കെ പറഞ്ഞു. കാണാൻ രസമൊക്കെ തന്നെയാണ്, പക്ഷേ എടുത്തുനിന്ന് കാണുമ്പോൾ നല്ല പൊടി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പൊടി വന്ന് ഇരുന്നിട്ടുണ്ടായിനെ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ പാറി വന്ന് കണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തോതി തുറച്ച് പെരുന്നാളാകുമ്പോഴത്തേനൊന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദൂരത്തുനിന്ന് കാണുമ്പോൾ ഉണ്ടാവില്ല, പക്ഷേ എടുത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല പൊടി ഉണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലികം ഞാൻ തുറന്നിട്ട് ഉള്ളൊന്നും ഒന്നായിട്ട് തോത്തി തുടക്കണമൊന്നുമില്ല. ഈ പുറം നല്ലോണം പൊടിയായോടെ മാത്രം ഇങ്ങനെ ഒന്ന് തോത്തി തുറച്ച് ഇങ്ങനെ പോവാണേ. പിന്നെ നമ്മൾ ഈ ഒരു എന്താ പറഗോളം ഉണ്ടല്ലോ, അതിൻ്റെ ഇവിടെയൊക്കെ നിറച്ച് പൊടി കേട്ടോ.
ഈ ചെടിച്ചട്ടി ഒന്ന് തോത്തി തുടക്കണം, അതിന്റെ അടിയത്തെ സാധനങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴുകണം എന്നൊക്കെ ഞാൻ നനച്ചുള്ളി പണി എടുക്കുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ടേനി. പക്ഷേ അത് ഞാൻ പിന്നെ നനച്ചുള്ളി പണീന്റെ കൂട്ടത്തിൽ എടുക്കാൻ മറന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ എന്തായാലും ഇപ്പൊ അതൊരു എന്തായാലും ഒരു കാര്യമായി കണ്ടോ. ഇങ്ങനെ പൊടി ചളിയൊക്കെ ആയിട്ടുണ്ടേനി കേട്ടോ. ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോ അങ്ങനെ ഒലിച്ചുകാണ്ട് വരുന്നതാണ്. ഞാൻ ഒഴിക്കുമ്പോ കരുതിയിട്ട് ഒഴിക്കൂട്ടോ, അടിക്കൊന്നും വല്ലാണ്ടാവാതെ. പക്ഷെ മക്കൾ ഒഴിക്കുമ്പോ ഒന്നായിട്ടൊരു ഒയ്യാണ് കേട്ടോ. എന്തായാലും നനച്ചുള്ളി പണിയെടുക്കുമ്പോൾ ഓലൊക്കെ ഞാൻ വിട്ടെങ്കിലും ഇപ്പൊ അത് നല്ലൊരു കാര്യമില്ലേ. ഇപ്പൊ നല്ല അത്യാവശ്യത്തിന് പൊടിയായിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ പിന്നെ എന്തായാലും അതൊക്കെ ഒന്ന് വലിച്ചിട്ട് അതൊക്കെ ഒന്ന് തൊത്തി തുറക്കണം, ഇതിന്റെ ഉള്ളൊക്കെ ഒന്ന് തൊത്തി തുറക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞാൻ നിന്നതാണ് കേട്ടോ. ഇപ്പൊ തന്നെ വെയിൽ വന്നു തുടങ്ങി. കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ സിറ്റ് കൊടുക്കുന്ന നല്ല അടിച്ചപൊളി വെയിലേക്കാരം. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഉള്ളത്തെ പണികളൊക്കെ അവിടെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഉള്ളിൽ കയറിയിട്ട് ആ പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ തോനെ പൊടികളൊക്കെ ഉണ്ടാകുമ്പോഴേ അത് തോതി തുടച്ച് നന്നാക്കാൻ എന്താണെന്നറിയില്ല, പ്രത്യേക ഒരു എനർജിയാണ് എനിക്ക്. എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ആ ഫൈനൽ റിസൾട്ട് കാണുന്നത് ഇങ്ങനെ നിർവൃത്തി ഇറങ്ങാൻ അത് അതിലേറെ പ്രത്യേക എനർജിയാണ് കേട്ടോ. എന്തായാലും ഞാനതൊക്കെ ഒന്ന് തോതി തുടച്ച് വൃത്തിയാക്കട്ടെ. പോയി ചാടിച്ചിട്ട് വന്നാ അപ്പൊ ഹോളുകളൊക്കെ തോത്തി തുടച്ച സ്ഥിതിക്ക് നമ്മള് ചെടിച്ചട്ടിയൊക്കെ ഒന്ന് തോത്തി തുടക്കണേ. ചെടിച്ചട്ടിന്റെ തൽക്കാലികം സോപ്പിട്ടൊന്നും കേൾക്കാനൊന്നും നിൽക്കണില്ല. പിന്നെ അതിന്റെ അടിയത്തെ സാധനങ്ങളൊക്കെ ഞാൻ സോപ്പ് വെച്ചത് അവിടെ ഒരു സൈഡിൽ കാണുന്നുണ്ടോ, ഞാൻ അവിടെ വെയിലത്ത് ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കണ കേട്ടോ. വെറുതെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തിച്ചാരി വെച്ചിക്കണേ. അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് തോത്തി തുടച്ചിട്ട് നമുക്ക് അതേപോലെ വീണ്ടും എടുത്ത് വെക്കാം. അതിന് മുന്നേ ഒന്ന് നനച്ചും കൂടി കൊടുക്കട്ടെ കേട്ടോ. അവിടെ വെച്ചാൽ പിന്നെ അതിങ്ങനെ എന്താണല്ലോ നനക്കാൻ. അപ്പൊ പിന്നെ എല്ലാവരും ഒന്ന് നനച്ച് കുളിപ്പിച്ച് കൂട്ടപ്പന്മാരാക്കിയിട്ട് തിരിച്ചെടുത്ത് വെക്കാന്ന് വിചാരിച്ച് ഈ ചെടിച്ചട്ടികൾ ഞാൻ 6 സെറ്റ് ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിയതേനി കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടില്ലെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ എന്താ, എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ച് അതുപോലെ എടുത്ത് വെക്കണം. അപ്പം നമ്മളെ എടുത്തക്കലെ പരിപാടിയും തീർന്നിട്ടോ. അപ്പം എങ്ങനെയുണ്ട്, കുളിച്ച് കുട്ടപ്പന്മാരായില്ലേ ഓലൊക്കെ. പിന്നെ ബാക്കി കുറച്ച് ജനലങ്ങളും കൂടി തുറക്കാനുണ്ട് കേട്ടോ. അപ്പം അതാ ഈ ഒരു ഭാഗത്തൊക്കെ നല്ലോണം ഇങ്ങനെ പൊടി ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെള്ളം കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കിക്കാണ്ട് ഇങ്ങനെ വിടുകയാണ് കേട്ടോ ഞാനേ. പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് ഓവർ ഒസ്വാസിനൊന്നും നിൽക്കണില്ല. ജസ്റ്റ് ഇങ്ങനെ ആ പൊടിയൊന്ന് പോകാൻ വേണ്ടി ഇങ്ങനെ തുടച്ചിങ്ങനെ ഒരു മേക്കപ്പ് മണി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പോകണുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ജനലിന്റെ പുറം ഭാഗത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഉള്ളിലൊന്നും തോത്താൻ തുടക്കണമൊന്നുമില്ല. പക്ഷെ പുറം ഭാഗത്ത് കൂടെ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ പൊടി തങ്ങി നിൽക്കണ കാണുന്നോടൊക്കെ ഇങ്ങനെ ഒന്നിങ്ങനെ തൊതി തുടച്ച് അങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ അടുക്കളന്റെ ജനൽക്കും അത്യാവശ്യം പൊടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അടുക്കളന്റെ പിന്നെ ഞാൻ കമ്പിയും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. കാരണം ആ കമ്പിമ്മലൊക്കെ ചിലപ്പോൾ ഞാനിങ്ങനെ തുറന്നിടുമ്പോഴേ പൊടിയൊക്കെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കണത് എനിക്കൊന്നും ആകണ്ടെന്ന് വിചാരിച്ചിട്ട് ദൂരത്തുനിന്ന് കാണുമ്പോൾ വലിയ പൊടിയൊന്നുമില്ല. പക്ഷെ തൂത്തിരിക്കുമ്പോൾ അതാ ഇങ്ങനെയൊക്കെ പൊടികളൊക്കെ നിറച്ചുണ്ട് കേട്ടോ. അങ്ങനെ തോത്തലും തുടക്കലും തേമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനി. പിന്നെ ബാക്കി നമ്മൾ അല്ലറ ചില്ലറ ഡെയിലി ചെയ്യണ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഞാൻ കപ്പുണ്ടല്ലോ നമുക്ക് മുകളിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടേനി. അത് കുറെ ദിവസമായിട്ട് ഞാൻ തിരിഞ്ഞു നോക്കലെന്നല്ല കേട്ടോ. ഇപ്പൊ ഞാൻ പോയി നോക്കുമ്പോ അത് നല്ലപോലെ ഉണങ്ങി ഇതായിട്ടുണ്ടേനി. അല്ലെങ്കിൽ ഞാൻ ഒരു കവറിലൊക്കെ കെട്ടി ഇതാ എടുത്ത് വെച്ചിക്കണേ. ഇനിത് നോമ്പൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഓരോ ഭാഗ്യ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്താം. പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ പണികളൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മാത്രമുള്ളത്. പിന്നെ നമ്മള് വൈകുന്നേരം നമ്മളെ ബാക്കി നോമ്പ് തുറ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് ഞാൻ പിന്നെ വീഡിയോ ഉൾപ്പെടുത്തിക്കണേ കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് ബീഫ് ബിരിയാണി ഉണ്ടാക്കില്ലേ. അപ്പൊ ഞാൻ കുറച്ച് ബീഫ് മാറ്റി വെച്ചിട്ടുണ്ടേനെ, ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാന്നുള്ള രീതിയിൽ ഒരു ദിവസം അങ്ങനെ ഒപ്പിക്കുക, ഒരു ദിവസം ഇങ്ങനെ ഒപ്പിക്കുക, അങ്ങനെയൊക്കെയാണ് എന്റെ തട്ടിക്കൂട്ടൽ കേട്ടോ. അപ്പൊ അതൊന്ന് ഞാൻ മസാലകളൊക്കെ ഒന്ന് ചേർത്തിട്ട് ഇന്നിപ്പോ ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് കറി മറ്റേ കുഞ്ഞിപ്പത്തലുണ്ടല്ലോ, അപ്പോൾ ബീഫ് വെച്ചിട്ട് ഉള്ളതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ മസാല ഇടാനൊക്കെ ആയപ്പോൾ തന്നെ എവിടുന്നാന്നറിയില്ല തലങ്ങും വിലങ്ങും ആൾക്കാർ വന്ന് മസാലയൊക്കെ അവിടെ കളഞ്ഞ് ഇവിടെ കളഞ്ഞ് ഞാനിങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആക്കാതെ നല്ല രീതിയിലൊക്കെ വൃത്തിക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ച് വരുമ്പോ ഓരോന്ന് വന്നിട്ട് ഇങ്ങനെ അപ്പുറം അപ്പുറമൊക്കെ കളഞ്ഞ് അലമ്പൊക്കെ ആക്കി തരും. പിന്നെ അങ്ങോട്ട് എല്ലാരും കൂടെ കൂടിയിട്ട് ആകെ മൊത്തം കണ്ട് അലമ്പ് കൊലമ്പ് ആക്കലാണ് കേട്ടോ ആ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേന്. പിന്നെന്ന് നമ്മള് കട്ട്ലേറ്റും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഹൈക്കുള്ള ഉരുളക്കിഴങ്ങാണ് ഈ തൊലി കളഞ്ഞോണ്ടിരിക്കുന്നത്. അത് നമുക്ക് കെറ്റിലിട്ട് വേവിക്കാം കേട്ടോ തൽക്കാലികം. കാരണം കുക്കർ അവിടെ വേറൊരു പണി എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമുക്ക് ഗ്യാസ് ലാഭിക്കാനുള്ള ഇഞ്ചി ഓരോരോ നുറുങ്ങി വിദ്യകൾ ഇതൊക്കെയാണ് കേട്ടോ. കെറ്റിൽ ഉണ്ടായതുകൊണ്ട് അതിലിട്ടിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം.
പിന്നെ ഇനി കറണ്ട് ലാഭിക്കാനുള്ള വഴി പറഞ്ഞു തരുമോ നിങ്ങൾ ആരും കമന്റിൽ ചോദിക്കരുത്. എനിക്ക് ഗ്യാസ് ലാഭിക്കാനുള്ള വഴി മാത്രമേ അറിയുള്ളൂ, കറണ്ട് ലാഭിക്കാനുള്ള വഴി എനിക്കറിയില്ല. ഈ ചങ്ങായി ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലറ ചില്ലറ സ്കീമിങ്ങും കാര്യങ്ങളും പിന്നെ ഇതേപോലത്തെ വെള്ളം തിളപ്പിക്കലും വേവിച്ചെടുക്കലും ഒക്കെ ഞാൻ ഇവനങ്ങടെ ഏൽപ്പിച്ചു. പിന്നെ വിചാരിച്ച മാതിരി തന്നെ നല്ല രീതിയിൽ സെറ്റാക്കി തരും. അധികം വെള്ളം തീരെല്ലാഞ്ഞാല് ആള് അടിയിൽ പിടിച്ചിട്ടോ. അങ്ങനെ ഒരു ഒറ്റ പ്രശ്നം മാത്രമേ ആൾക്കുള്ളൂ. പ്രമോഷന് കിട്ടിയ പ്രൊഡക്റ്റുകളാണ് വിചാരിച്ചിട്ട് ഞാനൊരു ആ ഒരു വിധത്തിന് വേണ്ടി മാത്രം എടുക്കുക, പിന്നെ എടുക്കുക, അങ്ങനത്തെ ഇതൊന്നുമില്ല. ഞാൻ എൻ്റെ ദിവസ ഉപയോഗങ്ങൾക്കൊക്കെ എടുക്കും, ഉപയോഗിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഈ ചട്ടി കിട്ടിയത് മുതൽ എല്ലാ ദിവസവും അടുക്കളയിൽ കടന്ന് നിരങ്ങണ പണിയാണ് ഈ ചട്ടിക്ക് കേട്ടോ. ഈ ചട്ടി എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് ഇഷ്ടമായേ. നമുക്ക് പണി എളുപ്പം തീരുന്ന മാതിരി തോന്നുവേ. അതിൽ പെട്ടെന്ന് ഉള്ളി വാട്ടലും ഒക്കെ നടക്കുന്ന മാതിരിയൊക്കെ തോന്നുന്നു. ഉള്ളിയുടെ തല വാടി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പൊട്ടറ്റോ വെന്ത് നിൽക്കണം കേട്ടോ. അപ്പൊ ഞാൻ അതൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഇത് ഇതാക്കി വെക്കട്ടെ. ഒരാളിവിടെ ഉള്ളി വാട്ടി തരാനുള്ള മത്സരം, മറ്റാളിവിടെ പൊട്ടറ്റോ ഉടച്ചുകൊണ്ടിരിക്കണ മത്സരം. രണ്ടാളും നല്ല പോലെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിപ്പോ എന്താ അത്ര പണി, ഞാനും എല്ലാം കൂടെ വിട്ടാലോ. നമ്മൾ ഉള്ളിയിട്ട് അവിടെ വയറ്റിങ്ങോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നീയക്കുട്ടി. അതിക്ക് പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇല്ലാത്തൊരു കച്ചവടം എനിക്കില്ല. ഒരുവിധം എല്ലാവർക്കും ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടോ. എനിക്കെന്തോ അതൊരു ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കട്ട്ലേറ്റ് ഉണ്ടാക്കിയപ്പോൾ അതിന്റെ മസാല ഒന്ന് കാണിച്ചു തരുമോ, അതിൽ എന്തൊക്കെ നിങ്ങൾ ഇട്ടതെന്നൊന്ന് കാണിച്ചു തരുമോ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാലയാണ് ഇപ്രാവശ്യം ചേർത്ത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചേർത്തത് എന്തെങ്കിലും നിങ്ങൾക്ക് വലിയ ഓർമ്മയൊന്നുമില്ലേ. ഞാൻ എനിക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ തോന്നുന്ന മസാലയാണ് ഞാൻ ചേർക്കൽ കേട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇച്ച് തോന്നുന്ന മസാല ഇടുമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന മസാല ഇടാം. പിന്നെ നോമ്പൊക്കെ തുറക്കാൻ നേരത്തിന് ആവുമ്പോൾ ഞാൻ അധികം എരിവൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. അധികം എരിവൊന്നും ഇടാതെ വെക്കലാണ്. കാരണം ആ ഒരു സമയത്തൊക്കെ ചിലപ്പോൾ നെഞ്ചരിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നല്ല എരിവുള്ളതൊക്കെ കഴിച്ചാൽ. അപ്പോൾ പിന്നെ ഞാൻ എല്ലാ സ്നാക്സും അധികം എരിവൊന്നും ഇല്ലാതെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അങ്ങനെ അതിനുള്ളത് റെഡിയാക്കി മാറ്റി വെച്ച് ചട്ടിക്ക് നമ്മൾ അടുത്ത പണി കൊടുക്കാൻ നിൽക്കുകയാണ്. തേങ്ങയും അതിക്ക് 2 ചെറുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ വറുത്ത് അരച്ചെടുക്കാനാണ്. നമ്മൾ കുഞ്ഞിപ്പിടിക്ക് ബീഫ് കേട്ടോ. ബീഫിക്കായാലും ചിക്കൻക്കായാലും ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ കുഞ്ഞിപ്പിടി ഉണ്ടാക്കുമ്പോൾ ചേർക്കല്. വറുക്കാതെയും ചേർക്കാം, പക്ഷെ വറുത്തരച്ച് ചേർക്കുമ്പോൾ അതിന് ദൂരെ നല്ലൊരു ടേസ്റ്റുള്ള പോലെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. ഇനി നമ്മൾ കട്ട്ലേറ്റ് ഷേപ്പാക്കി എടുക്കുക. അപ്പം അതൊക്കെ ഒന്ന് വറുത്ത് വെച്ചപ്പോഴത്തേന് നമ്മളെ കട്ട്ലേറ്റിൻ്റെ മാവൊന്ന് ചൂടാറി വന്നിട്ടുണ്ടേനി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 2-3 സുനാമാക്കികൾ ഉണ്ടായിരുന്നു കട്ട്ലേറ്റ് ഷേപ്പാക്കാനുള്ളത് എന്നുള്ളത്. അങ്ങനെ അതിൽ പെട്ട ഒരു സാധനമാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് ഹാർട്ടാണ്, കുറച്ച് പ്രയാസമാണ് കേട്ടോ. ഇത് ഒരു 3 ഭാഗത്തേക്കും നമ്മൾ ഷേപ്പ് കറക്റ്റ് ചെയ്ത് കൊണ്ട് നിൽക്കണം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മകൾ അവിടെ നല്ല പണി ഉണ്ടാക്കി കൊണ്ട് നിൽക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി കൂടിയിട്ട് ആ കട്ട്ലേറ്റിൻ്റെ മാവ് ഒക്കെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ ഞാൻ മുട്ടിയിൽ മുക്കി കൊടുക്കും. പിന്നെ എൻ്റെ അസിസ്റ്റന്റ് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട ചെയ്ത് കണ്ട് എടുത്ത് തരും. അങ്ങനെയൊക്കെയാണ് ബാക്കി നമ്മളെ പരിപാടികൾ കേട്ടോ. പിന്നെ നമ്മൾ കട്ട്ലേറ്റിക്ക് ബീഫ് കുറച്ച് അരച്ചുകാണ്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഒന്ന് പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടിന്യൂ ക്ലിപ്സ് ആഡ് ചെയ്തിരുന്നു എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പം അതും കൂടി ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഏതായാലും കറിക്ക് ഉണ്ടാക്കിയല്ലോ, ഇന്ന് കുറച്ചെടുത്തിട്ട്. പിന്നെ നമ്മളെ ചട്ടി ഉണ്ടല്ലോ വീണ്ടും കേക്ക് കൊണ്ടുവന്നു. ഇന്നിപ്പോൾ 3ാമത്തെ പണിയാണ് കേട്ടോ ആൾക്ക് കിട്ടുന്നത്. എനിക്കെന്തോ ആളെ ഭയങ്കര ഇഷ്ടമായേ. ഇതൊരു ചെറിയ ചട്ടിയാണ്, നമ്മളെ പാകത്തിന് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ട്. ഈ ചട്ടി വന്നപ്പോൾ മുതൽ വലിയ കടായിക്ക് ലീവാണ് കേട്ടോ. നമ്മളെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കടായി ഉണ്ടല്ലോ, അതിന് കുറച്ച് ലീവാണ് കേട്ടോ. മറ്റേ എല്ലാത്തിനും മൈനയാണല്ലോ ഞാൻ എടുക്കുക. ഇതാകുമ്പോൾ ഇങ്ങനെ മുക്കി പൊരിച്ചാനൊക്കെ നല്ല ഉഷാറാണേനും ഒരുപാട് ഓയിലൊന്നും കുടിച്ചുമില്ല അങ്ങനെ. അപ്പോൾ കട്ട്ലേറ്റൊക്കെ ഷേപ്പാക്കി എടുത്ത പാടന്നെ പിന്നെ ഞാൻ വേഗം അതൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളെ തേങ്ങ വറുത്തച്ചുണ്ടല്ലോ അതൊക്കെ ചൂടാറിയിക്കണം, അതൊന്ന് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് കുഞ്ഞുപിടിക്കുള്ള മാവ് കുഴച്ചെടുക്കണം. ഞാൻ സാധാ പത്തിരി ഉണ്ടാക്കും പോലെ തന്നെയാണ് കേട്ടോ ചെയ്യുക. അതിക്ക് പാകത്തിന് വെള്ളം വെച്ചിട്ട് അതിക്ക് കുറച്ച് ഓയിലും പിന്നെ പാകത്തിന് ഉപ്പിട്ടിട്ട് അത് തിളച്ച് വരുമ്പോൾ പൊടിയിട്ടിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കിയെടുക്കുക. ഈ കുഞ്ഞുപിടിൻ്റെ റെസിപ്പി കാണിച്ചു തരുമോയെന്ന് ഞാനൊരു ഷോർട്സിൽ ഈ നോമ്പിൽ തന്നെ ഉണ്ടാക്കിനല്ലോ, അന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടേനെ. അപ്പം എന്തായാലും ഞാൻ ഉണ്ടാക്കുന്നതൊന്നും ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന വെർഷൻ കേട്ടോ. ഇതുപോലെയാണ് ഉണ്ടാക്കാതൊന്നും എനിക്കറിയൂല. ഞാൻ എപ്പോഴും എൻ്റെതായിട്ടുള്ള ഒരു സിംപ്ലിസിറ്റിക്ക് എനിക്ക് ഉണ്ടാക്കാൻ എളുപ്പമല്ലേ ആ ഒരു രീതിക്കാണ് കേട്ടോ എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും തിരഞ്ഞെടുക്കുക. അപ്പൊ ഇതൊക്കെ നമ്മൾ സദാ പത്തിരി ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. ആ വാട്ടിയെടുക്കലും കുഴച്ചെടുക്കലും ഒക്കെ അത് തന്നെ. പിന്നെ നമ്മൾ കുഞ്ഞിപ്പിടിക്ക് വേറെ രീതിയിൽ ഇങ്ങനെ ഉരുളാക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ.
ഇപ്പൊ ഈ വർഷം തൊട്ട് ഈ റൊട്ടി മാറ്റിന്റെ കൂടെ വേറൊരു സിലിക്കൺ ബാഗ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ബാഗിന്റെ ഉള്ളില് നമുക്ക് ഈ പൊടി ഉണ്ടല്ലോ, വാട്ടിയ മാവ് ഇട്ടിട്ട് നമുക്ക് കൈ ചൂടാവാതെ കൈ നനയാതെ എന്താ പറയാ കുഴച്ചെടുക്കാൻ വേണ്ടിട്ട് പറ്റും കേട്ടോ. അപ്പൊ അതാവുമ്പോ കൈ നനയൂല്ല പൊള്ളൂല്ല. അങ്ങനെ ഒരു സംവിധാനം ഇപ്പൊ ഈ ഇങ്ങനത്തെ ഈ മാറ്റി വാങ്ങണീന്റെ ഒപ്പം കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ 2 വർഷം മുന്നേ വാങ്ങിയതായതുകൊണ്ട് അന്ന് ഇതായിരുന്നു ട്രെൻഡ്. പക്ഷേ ഇപ്പൊ ഇതിന്റെ കൂടെ ഒരു സിലിക്കൺ ബാഗ് കൂടി വരുന്നുണ്ട് കേട്ടോ. അതാകുമ്പോ നല്ല കാര്യം, കൈയൊന്നും പൊള്ളാതെ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. അന്ന് ഞാൻ കുഞ്ഞിപ്പിടി ഉണ്ടാക്കിയപ്പോഴേ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്താ ഇത് ഇത്ര വലുപ്പം, എന്തിനാ ഇതിലേറെ കുറച്ച് ചെറുതാക്കി കൂടെ എന്നുള്ളത്. സത്യം പറഞ്ഞ ചെറുതാക്കി ഉണ്ടാക്കാനുള്ള ക്ഷമ അല്ലോടൂ. പിന്നെ എനിക്ക് ഭയങ്കര മെനക്കെട്ട പണിയാണ് ഈ ഒരു കുഞ്ഞിപ്പിടി ഉണ്ടാക്കിയിരിക്കല്. ഇന്ന് ഈ കുട്ടികളൊന്നും ഇതിനൊന്നും കൂടി തരൂല കേട്ടോ. ഇന്നിപ്പോ നിയമമുള്ള 2 മാത്രമാണ് കേട്ടോ കൂടി തന്നത്. ബാക്കി ഇങ്ങനെ കുറേ സമയം നിന്ന് ഇങ്ങനെ ഉണ്ടാക്കണോണ്ടി ഞാൻ അതിങ്ങനെ വലിയതാക്കി. ഒരുപാട് വലുതൊന്നും അല്ല കേട്ടോ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒന്നും കൂടി വലുതായിട്ട് തോന്നുന്നു, പക്ഷെ അത്ര വലുതൊന്നും അല്ല. അപ്പൊ ഞാൻ സ്റ്റീം ചെയ്തെടുക്കാനും നമ്മളെ എന്താ പറയാ കെറ്റിലിനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ കെറ്റിലിട്ടിട്ട് ഞാൻ 2 തവണകളായിട്ടാണ് കേട്ടോ സ്റ്റീം ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ആ പാത്രത്തിൽ ഞാനൊന്ന് ചെറുതായിട്ട് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ ഞാനൊരു 10 മിനിറ്റ് വെച്ച് കണ്ട് സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ആ 10 മിനിറ്റിന്റെ ഇടയിലൊക്കെ എനിക്ക് ഇവിടെ പണികളുണ്ടെങ്കിൽ നമ്മളെ പൈനാപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് പിന്നെ നമുക്ക് തുറക്കാനുള്ള ജ്യൂസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. എന്നത്തെ പോലെ തന്നെയും ബത്തക്ക ജ്യൂസ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ താരം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ റസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിനെ കടായി എടുത്തിക്കണേ. പിന്നെ നമ്മള് ബീഫ് കുക്കറിൽ വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുത്ത് വറുത്തരച്ചതും ചേർത്ത് കൊടുത്ത് ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാണ് കേട്ടോ നല്ല പോലെ. എനിക്ക് ഈ ബീഫ് കുഞ്ഞിപ്പിടിനേക്കാളും ഇഷ്ടം ചിക്കനാണ് കേട്ടോ. എനിക്ക് ബീഫിനേക്കാൾ കുറച്ചും കൂടി ഇഷ്ടം ചിക്കനോടാണ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് അതിനോടാണ് കേട്ടോ ഇഷ്ടം. ഇത് കഴിക്കൂല എന്നുള്ളതൊന്നുമല്ല, പക്ഷെ ഇതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് ഇഷ്ടം അതിനോടാണ് കേട്ടോ. ഇതിന്റെ ആൾ ഇവിടെ അജു ആണ്. അജുവിന് ഭയങ്കര ഇഷ്ടമാണ്, ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ അജുവിന് ഒരു ഇത്തിരി കൂടി ഇഷ്ടം കൂടുതലാണ്. നോമ്പ് കഴിയണതിന് മുന്നേ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കി തരുമോ ചോദിച്ചാൽ എന്റെ പിന്നാലെ നടന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ അതാണ് ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. അപ്പൊ ഞാന് അതൊന്ന് തിളച്ച് വന്നപ്പോ പിന്നെ നമ്മള് കുഞ്ഞിപ്പിടിയൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് ജസ്റ്റ് അടച്ചു വെക്കുകയാണെ. ഇപ്പൊ ആ ഒരു മസാലയും ഇതൊക്കെ ഒന്ന് നമ്മള് കുഞ്ഞിപ്പിടിയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് ലെവലായിട്ട് വരട്ടെ. പിന്നെ ഞാനൊന്ന് ഉള്ളി മൂപ്പിച്ചെടുത്തിട്ടുണ്ടേനി കേട്ടോ. അതിക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ടേനെ. എനിക്കുണ്ടല്ലോ ഒന്നില്ലെങ്കിൽ ഒരു ചുവന്ന കളർ അല്ലെങ്കിൽ ഒരു മഞ്ഞ കളർ, അത് കണ്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ. അത് രണ്ടും അല്ലാത്തൊരു കളർ എനിക്ക് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിനിയത്. പിന്നെ അതാ തുറക്കാനുള്ളതൊക്കെ എല്ലാതും മക്കൾ ഇവിടെ കൊണ്ടുവന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞുട്ടി ഇതാ ജ്യൂസൊക്കെ ഒഴിച്ച് വെക്കണുണ്ട്. ഈ ഗ്ലാസ്സിൽ വേണം. എന്താ ശരി. അങ്ങനെ ബാങ്ക് കൊടുത്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും കുത്തിർന്ന് നോമ്പൊക്കെ തുറന്നിട്ടുണ്ടേനി കേട്ടോ. പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എപ്പോഴും അധികം ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം പിന്നെ ഇങ്ങോട്ട് ചറിയില്ല, ഒരു ജാതി ഒരു കുഴക്ക് വരും. പിന്നെ വീഡിയോ എടുക്കണ കാര്യമൊക്കെ ഞാൻ മറന്നു തന്നെ പോകും കേട്ടോ. അതാണ് മിക്കവാറും ദിവസം ഞാൻ ഈ ഒരു സമയമായ എല്ലാം ഇങ്ങോട്ട് വീഡിയോ നിർത്തണത് കേട്ടോ. പിന്നെ ഇന്ന് പിന്നെയും കുറച്ചൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടേനി കേട്ടോ. പിന്നെ മക്കൾക്കൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ നാളെ എക്സാം ഒന്നുമില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് 2 ആക്കുണ്ട്. അപ്പൊ പിന്നെ ഓലൊക്കെ പിടിച്ചിട്ട് കുറച്ചു നേരം വായിപ്പിക്കലും എഴുതിപ്പിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ചു നേരം ഒന്ന് കൂടും കേട്ടോ ഞാൻ പിന്നാലെ. നമ്മൾ ഇതിലൊന്നും പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ട് വേറെ ഒരുത്തനെ ഇതാ അവിടെ പോയിട്ട് സ്വസ്ഥമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണേ. കളിച്ച് പൗതിയായിട്ടാ വന്ന് ചോദിച്ചിന് കളിച്ചിട്ട്. അപ്പൊ ഇത്രയും നേരം അവിടെ കളിച്ചില്ലേനോ? ഇപ്പൊ വന്നുകാണ്ട് കളിച്ചിട്ട് വലിയ ആളെ കണ്ട് ചോദിച്ച. പിന്നെ നാളെ പെൽച്ചക്ക് ഞാൻ ചോറ് തന്നെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ ഞാൻ ചോറ് ഒന്ന് തിളപ്പിച്ചിട്ട് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് വെന്തിക്കണ്, അത് നൂറ്റിയെടുക്കണം. പിന്നെ സാധാരണ ഞാൻ ഈ പെൽച്ചക്കൊക്കെ മിക്കവാറും താളിപ്പ് അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചത് പപ്പടം പൊരിച്ചത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇന്നിപ്പോ എന്താന്ന് എനിക്കറിയില്ല, വെണ്ടക്ക ഉപ്പേരി കൂട്ടാൻ ഒരു ആഗ്രഹം നാളെ. അപ്പോൾ ഞാൻ വെണ്ടക്ക കൊണ്ടിരിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അത് പച്ചമുളകും സവോളയും മാത്രം ചേർത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കാം, അതാണ് സംഗതി.
എന്നിട്ട് അതിങ്ങനെ മൊരിഞ്ഞു വരുമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉപ്പേരി. അപ്പം അത് കൂട്ടി ചോറുന്നാൻ, തളിച്ചൊക്കെ ചോറുന്നാൻ ഒരു ആഗ്രഹം. അപ്പോൾ പിന്നെ 4ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ നമ്മൾ ഈ ചട്ടി എടുക്കുന്നത്. കണ്ടതാ, അടിയിലൊന്നും അങ്ങനെ പിടിച്ചൊന്നുമില്ലേ. ഇത് കുറച്ചിങ്ങനെ കഴിഞ്ഞ് നമ്മളായിട്ട് ഇങ്ങനെ മയങ്ങി വരുമ്പോൾ നോൺ സ്റ്റിക്ക് പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സൈഡ് കൂടെ ഒരു ഇത്തിരി പിടിച്ചിട്ടുണ്ടായിനെ. അതെന്താ വെച്ചാൽ ഞാൻ അടുപ്പത്ത് വെച്ച് കണ്ട് ഫോൺ തുറന്ന് അന്നത്തെ വീഡിയോന്റെ കമന്റ്സ് ഒക്കെ ഒന്ന് നോക്കിയതാ. അത് നോക്കി അങ്ങനെ ഞാൻ ആ കമന്റ്സിൽ മുഴുകിയിരുന്ന് ഞാൻ ആ വെണ്ടക്ക അടുപ്പത്ത് വെച്ച കാര്യം അതിന്റെ ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് മറന്നിട്ടുണ്ടായിനി കേട്ടോ. അതുകൊണ്ടാണ്. അങ്ങനെ പിന്നെ ആ തുറന്ന് ഇതൊക്കെ ഒന്ന് ലെവലായി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ ചായ കുടിക്കൽ കേട്ടോ. ഒരു 9 മണി 10 മണി ആകുന്ന സമയത്താണ് നമ്മൾ ചായ കുടി എടുക്കല്. അപ്പൊ നമ്മള് കുഞ്ഞിപ്പിടിയൊക്കെ കൂട്ടിയിട്ട് നല്ല റാഹത്തായിട്ട് ചായയും കുടിച്ച്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.